ഒരിക്കൽ വിശ്വാമിത്ര മഹർഷി അത്യുഗ്രമായ തപസ് ചെയ്യുകയായിരുന്നു. വിശ്വാമിത്രന്റെ തപസ് കൊണ്ട് ദേവേന്ദ്രന് ഇരിക്കപ്പൊറുതിയില്ലാതായി. ഈ കടുത്ത തപസ്സിന് മുന്നിൽ ദേവേന്ദ്രന്റെ സ്ഥാനഭ്രംശം സംഭവിക്കുവാൻ സാധ്യത കണ്ടപ്പോൾ ദേവലോകത്ത് നിന്ന് സുന്ദരിയും സുശീലയുമായ മേനകയെ തപസ്സിളക്കുന്നതിനു വേണ്ടി ഭൂമിയിലേക്ക് അയച്ചു. രൂപ സൗന്ദര്യം കൊണ്ടും ശൃംഗാര വിലാസം കൊണ്ടും വാചോ മാധുര്യം കൊണ്ടും വിശ്വാമിത്രന്റെ തപസ്സിളക്കണം. വിശ്വാമിത്രൻ ക്ഷത്രിയനും സ്വശക്തി കൊണ്ട് ബ്രാഹ്മണ്യം നേടിയവനുമാണ്. പരിശുദ്ധി നേടാൻ വേണ്ടി അദ്ദേഹം കൗശലി എന്ന മഹാനദിയെ സൃഷ്ടിച്ചവനുമാണ്. കാമദേവന്റെയും വായുദേവന്റെയും അനുഗ്രഹത്തോടെ മേനക വിശ്വാമിത്രന്റെ സമീപത്തേക്ക് മന്ദം മന്ദം നടന്നു. മതി, നിന്റെ സംസാരം കൂടിപ്പോകുന്നു. ഒരു താപസനോടാണ് സംസാരിക്കുന്നതെന്ന് നീ മറക്കുന്നു. താപസനും മനുഷ്യനല്ലേ, മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചവനല്ലേ. വികാരങ്ങൾ അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകാതിരിക്കില്ല. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അത് അടിച്ചമർത്തുന്നു എന്നു മാത്രം.
എൻ്റെ ഘോരമായ തപസ്സിന് ഇളക്കം വരുത്തുന്നതാണ് എൻ്റെ ഈ അഴിഞ്ഞാട്ടം. ഇവിടെ വിട്ട് പോകൂ. ഞാൻ അഴിഞ്ഞാടിയിട്ടില്ല. വസ്ത്രാലങ്കൃതയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അഴിഞ്ഞാടാനും മടിക്കില്ല. ഞാൻ നിന്നെ ശപിക്കും. പോകൂ. അത്രയ്ക്കും സ്ത്രീ വിരോധിയാണെങ്കിൽ ഞാൻ പോയിക്കൊള്ളാം. ഇവിടെ ആരുമില്ല. ഞാനൊന്ന് അങ്ങേ ശരിക്കും കണ്ടിട്ട് പോയിക്കോട്ടെ. വേഗം വന്ന് കണ്ടു പോയിക്കൊള്ളൂ. ഹാവൂ, എന്തൊരു ആകാര സൗഷ്ഠവം! ഗംഭീരമായ പൗരുഷം! മഹർഷി, ഈ ജീവിതം ജീവിച്ചു തീർത്തുകൂടെ? എന്റെ കൂടെ കുറച്ചു നേരം സംസാരിച്ചിരുന്നതിന് ശേഷം തപസ് തുടർന്നുകൂടെ? ഇതൊരു ശല്യമായിരുന്നു. എന്നാൽ വരൂ, കുറച്ചു നേരം അവിടെ ഉൾവനത്തിൽ ഇരുന്ന് സംസാരിക്കാം. അത്രമാത്രം. അത് കഴിഞ്ഞാൽ ഉടനെ പോയേക്കണം. ശരി, വരൂ, നമുക്ക് അങ്ങോട്ടിരിക്കാം. എന്നെ വശത്താക്കാമെന്നൊന്നും നീ വിചാരിക്കണ്ട. കുറച്ചു നേരം സംസാരിക്കൂ. അത് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് നിന്നെ പറഞ്ഞയക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ വരുന്നത്. വിരോധമില്ലെങ്കിൽ എന്റെ കയ്യിൽ പിടിക്കാം. അശ്ലീല കാര്യങ്ങളൊന്നും സംസാരിക്കരുത്. ഞാൻ ലൗകികനല്ല, ആധ്യാത്മികനാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു. ആ ചൈതന്യത്തിൽ ഉപാസിക്കലാണ് എൻ്റെ ലക്ഷ്യം. അങ്ങയോട് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ? ഈ പ്രകൃതി രമണീയമായ കാനന ഭംഗിയും കളകളാരം മുഴക്കുന്ന കാട്ടുനീർ ചോലയും പക്ഷികളുടെ കളപൂജനങ്ങളും ഈ കുളിർത്തന്നലും എല്ലാം നമുക്ക് അനുഭവിക്കുന്നതിന് വേണ്ടിയല്ലേ ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത്? അതുകൊണ്ടാണല്ലോ നാം കാനനത്തിൽ തപസ് അനുഷ്ഠിക്കുന്നത്. അതുപോലെ സ്ത്രീയും പുരുഷനും ആസ്വദിക്കേണ്ടവരല്ലേ? അല്ല, അവർ പരസ്പരം ആസ്വദിക്കുന്നതല്ല.